കൊച്ചി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നിർണായകമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. ഡൽഹിയിലെ ഉച്ചകോടിക്ക് ശേഷമാണ് വ്യാപാര സുരക്ഷാ കരാറുകളിൽ ഇരുകക്ഷികളും ഒപ്പുവച്ചത്. പൊതുയുഗത്തിന് തുടക്കമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. ചരിത്ര മുഹൂർത്തമെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ പറഞ്ഞു. ലോകത്തെ രണ്ട് വലിയ സാമ്പത്തിക ശക്തികളാണ് ഒരു പുതിയ അധ്യായം ആരംഭിച്ചിരിക്കുന്നത്. രണ്ട് യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ഇന്ത്യയുടെ അടുത്ത സുഹൃത്തുക്കൾ. ഇതൊരു വ്യാപാര കരാർ മാത്രമല്ല, രാജ്യത്തിന്റെ സമൃദ്ധിയുടെ ഒരു ബ്ലൂ പ്രിന്റ് കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും യൂറോപ്പ് എന്ന വലിയ വിപണി തുറന്നു കിട്ടുകയാണ്. മൊബിലിറ്റി കരാർ വഴി ഇന്ത്യയിലുള്ള പ്രൊഫഷണലുകൾക്ക് യൂറോപ്പിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അമിതോപയോഗം വേണ്ട, 15 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹ മാധ്യമങ്ങൾ നിരോധിക്കുവാൻ ഫ്രാൻസ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ സമൂഹ മാധ്യമങ്ങൾ നിരോധിക്കുവാൻ ഒരുങ്ങി ഫ്രാൻസ്. കുട്ടികളിലെ അമിത സോഷ്യൽ മീഡിയ ഉപയോഗവും മോശം മാനസികാരോഗ്യവും കണക്കിലെടുത്താണ് പുതിയ തീരുമാനം. ബിൽ സെനറ്റിന്റെ അംഗീകാരത്തിനായി അയച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനാണ് നീക്കം. കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾക്ക് കാരണം സോഷ്യൽ മീഡിയയാണെന്ന് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ചൂണ്ടിക്കാട്ടി. ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക്, യൂട്യൂബ് തുടങ്ങിയ എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും വിലക്ക് ബാധകമായിരിക്കും. ലോകത്താദ്യമായി കുട്ടികളിൽ സമൂഹ മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയ ഓസ്ട്രേലിയയുടെ തീരുമാനം രാജ്യത്തും നടപ്പാക്കുവാൻ പോകുന്നതായും അടുത്ത അധ്യയന വർഷത്തിൽ നിയമം നടക്കുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ഒരുമിച്ച് ജീവനൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി സ്റ്റൂൾ തട്ടിമാറ്റി കൊലപാതക ശേഷം യുവതിയെ പീഡിപ്പിച്ചു. കോഴിക്കോട് അരുംകൊല. കോഴിക്കോട് എലത്തൂരിൽ യുവതിയെ തൂക്കിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അരുംകൊലയെന്ന് പോലീസ്. ഒരുമിച്ച് ജീവനൊടുക്കാമെന്ന് പറഞ്ഞ യുവതിയെ വിളിച്ചു വരുത്തിയ ആൺസുഹൃത്ത് വൈശാഖൻ യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതക ശേഷവും വൈശാഖൻ ലൈംഗിക പീഡനം നടത്തി. വൈശാഖൻ ലൈംഗിക വൈകൃതമുള്ളയാളാണെന്നും പോലീസ് പറയുന്നു. കയറിൽ തല കടത്തിയുടനെ വൈശാഖൻ സ്റ്റൂൾ തട്ടിമാറ്റുകയായിരുന്നു. ലൈംഗിക വൈകൃതമുള്ള വൈശാഖൻ ഈ വേളയിലും മരണശേഷവും യുവതിയെ പീഡിപ്പിച്ചു. പോലീസിന് ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് നടക്കുന്ന ക്രൂരതയുടെ വിവരങ്ങൾ ലഭിച്ചത്. 16 വയസ്സു മുതൽ യുവതിയെ ശാരീരികമായി ചൂഷണം ചെയ്തതായി പ്രതി മൊഴി നൽകി. സമീപനാളിൽ യുവതിയുമായി വഴക്കായതോടെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തുവരുമോ എന്ന് പ്രതി ഭയപ്പെട്ടിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. തന്നെ അപായപ്പെടുത്തുവാൻ സാധ്യതയുണ്ടെന്ന് യുവതി ഡയറിയിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിക്കെതിരെ പോക്സോ ഉൾപ്പെടെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യായമായ വേതനം നൽകണമെന്നത് ഭരണഘടനാ തത്വമാണ്. തടവുകാരുടെ വേതനം ഉയർത്തിയതിൽ മുഖ്യമന്ത്രി. ജയിൽ തടവുകാരുടെ വേതനം ഉയർത്തിയതിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യായമായ വേതനം നൽകണമെന്നത് ഭരണഘടനാ തത്വമാണ്. സുപ്രീംകോടതി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പ്രതിപക്ഷാംഗങ്ങളുടെ ചോദ്യത്തിന് നിയമസഭയിൽ മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകി. 2016 മോഡൽ പ്രിസൺ മാനുവൽ പ്രകാരം 3 വർഷത്തിലൊരിക്കൽ വേതനം ഉയർത്തണം. ഇതിനു മുൻപ് വേതനം പരിഷ്കരിച്ചത് 2018 മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ദേശീയപാത ഉപരോധത്തിൽ ഷാഫി പറമ്പലിന് ശിക്ഷ. 1000 രൂപ പിഴയും കോടതി പിരിയും വരെ തടവും. ദേശീയപാത ഉപരോധത്തിൽ ഷാഫി പറമ്പലിന് ശിക്ഷ. 1000 രൂപ പിഴയും കോടതി പിരിയും വരെ തടവിനും ശിക്ഷ. പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷിച്ചത്. പാലക്കാട് ദേശീയപാത ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട് 2022 ജൂൺ 24 കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. നിരന്തരം കോടതിയിൽ എത്താത്തതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഷാഫിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. 5 മണിവരെ നിൽക്കണമെന്ന് നിർദ്ദേശം. കേസിൽ 9ാം പ്രതിയായ പി സരിൻ ഇതിനോടകം കോടതിയിൽ ഹാജരായി 500 രൂപ പിഴ അടച്ചിരുന്നു. സരിൻ സംഭവ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സ്വർണ്ണക്കൊള്ള കേസ് കുറ്റപത്രം നൽകാത്തതിന് SITയെ വിമർശിച്ച് ഹൈക്കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം നൽകാത്തതിന് SITയെ വിമർശിച്ച് ഹൈക്കോടതി. പ്രതികൾക്ക് എങ്ങനെ സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ചു. കുറ്റപത്രം നൽകിയാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് തടയാനാകും. അല്ലാത്തപക്ഷം പൊതുജനങ്ങൾക്ക് അന്വേഷണത്തിൽ സംശയമുണ്ടാകുമെന്നും കോടതി പറഞ്ഞു. അതേസമയം പത്മകുമാറിനെതിരെയുള്ള തെളിവ് ശേഖരണത്തിൽ SITക്ക് വീഴ്ച പറ്റിയെന്ന വിവരവും പുറത്തുവന്നു. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയ മിനിറ്റ്സ് രേഖയുമായി ബന്ധപ്പെട്ട് 3 ദിവസം മുൻപ് മാത്രമാണ് പത്മകുമാറിന്റെ കൈയക്ഷരം പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ചത്. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി വീണ്ടും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. പിണറായി വിജയൻ ഇനി 3 മാസമേ കസേരയിൽ കഴിയും. UDF സർക്കാർ അധികാരത്തിൽ വന്ന് സ്വർണം കട്ടവരെ ആദ്യം അകത്തിടും കെ മുരളീധരൻ.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 90 ദിവസത്തിന് മറവിൽ പ്രതികൾ രക്ഷപ്പെടുന്നുവെന്ന് കെ മുരളീധരൻ. 4 ദിവസം കൂടി കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങും. പിന്നാലെ പത്മകുമാറും വാസവും പുറത്തിറങ്ങും. പിന്നെ എന്ത് അന്വേഷണം? സർക്കാരിന്റെ പ്രീപെയ്ഡ് ചാനലുകൾ ചില വാർത്തകളുമായി ഈ ദിവസങ്ങളിൽ രംഗത്തിറങ്ങും. ഇന്നയാൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ അടക്കം പുറത്തുവരും. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് പറഞ്ഞത് ഫോട്ടോ കാണുന്നതിന് മുൻപെന്നും മുരളീധരൻ വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.